ഹായ് മച്ചാമാരെ, ഞാൻ നിങ്ങളുടെ വിഷ്ണു ഓമനക്കുട്ടൻ. ഡോട്ട് ഫോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പുതുതായിട്ട് റോയൽ എൻഫീൽഡ് ഇറക്കിയ ഗറില്ലയുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഹിമാലയൻ്റെ എൻജിൻ തന്നെ വെച്ചുകൊണ്ടാണ് ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അടിപൊളി 2 വേരിയൻറ്റ് വണ്ടികളാണ് ഈ ഇരിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. 450 cc ലിക്വിഡ് കൂളൻ്റ് സിംഗിൾ സിലിണ്ടർ എൻജിനാണ് നമ്മുടെ വണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 84 mm ബോറും 81.5 mm സ്ട്രോക്കും 6 ഗിയർ ഷിഫ്റ്റിംഗ് വരുന്ന ഗിയർ ബോക്സുമാണ് വണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10W40 സെമി സിന്തറ്റിക് ഓയിലാണ് വണ്ടിയിൽ ഒഴിക്കുന്നത്. അതോടൊപ്പം തന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുകയാണെങ്കിൽ 169 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത്. സീറ്റ് ഹൈറ്റ് വരുവാണെങ്കിൽ 780 mm. വണ്ടിയുടെ വീൽ ബേസ് വരുന്നത് 1440 mm വണ്ടിയുടെ വീൽ ബേസ് വരുന്നത്. വണ്ടിയുടെ ടോട്ടൽ ഹൈറ്റ് വരുന്നത് 1125. അത് വിത്തൗട്ട് മിററാണ് 1125 വരുന്നത്. വണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മീറ്ററിൽ ഒരുപാട് സെക്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഡിജിറ്റലും അനലോഗും ആക്കാൻ കഴിയുന്ന മീറ്ററാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റോയൽ എൻഫീൽഡിലെ സാധാരണ വണ്ടികളെ അപേക്ഷിച്ച് വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് വളരെ ചെറുതാക്കിയിട്ടുണ്ട്. അതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 11 ലിറ്റർ കപ്പാസിറ്റിയാണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം 2.5 ലിറ്റർ ലോ ഫ്യൂലും അതോടൊപ്പം തന്നെ മാക്സിമം പെട്രോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡെഡ് സ്റ്റോക്ക് വളരെ കുറവാണ്. മാക്സിമം പെട്രോൾ നമുക്ക് വണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതാണൊരു പ്രത്യേകത. ഫ്യൂൽ ടാങ്കിൻ്റെ ഡിസൈനും നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ലോക്ക് ഒരു സൈഡിലോട്ട് മാറ്റിയാണ് ലോക്ക് സിസ്റ്റവും കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഫോർക്ക് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 140 mm ട്രാവൽ വരുന്ന ഷോക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റിയർ കൊടുത്തിരിക്കുന്നത് മോണോ ഷോക്കാണ്. 150 mm ട്രാവൽ വരുന്ന മോണോ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. എൻജിൻ സൈഡ് പിന്നെ മാറ്റ് ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് എൻജിൻ സൈഡും കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം റേഡിയേറ്ററിൻ്റെ കാര്യമാണ്. കൂളൻ്റ് റേഡിയേറ്ററിൻ്റെ കാര്യമാണ് എടുത്ത് പറയേണ്ടത്. അത്യാവശ്യം വിസിബിളായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൂളൻ്റ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ക്യാപ്പായാലും ഓയിൽ കൂളൻ്റ് ഫില്ല് ചെയ്യുന്ന സ്ഥലമാണ് നമുക്ക് അത്യാവശ്യം വിസിബിളാണ്. ഹിമാലയനകത്ത് അത്യാവശ്യം ഒതുങ്ങിയിരിക്കുകയാണ്. ആ ഒരു ടാങ്ക് ഇരിക്കുന്നുണ്ട്, ഒതുങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കൂളൻ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. വണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടയർ സിയറ്റ് ആണ്. ട്യൂബ്ലെസ് ടയറാണ്. ഫ്രണ്ട് 120/70 ഫ്രണ്ട് വരുന്നത്. 32 PS എയറാണ് ഫ്രണ്ടിൽ നമ്മൾ അടിക്കേണ്ടത്. റിയർ വരുന്നത് 160/60 റിയർ ടയർ വരുന്നത്. 36 PSI എയറാണ് റിയർ അടിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തതായി പറയേണ്ടത് ബ്രേക്കിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ്. ഡ്യുവൽ ചാനൽ ബ്രേക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. ABS ഓഫ് ചെയ്യാൻ പറ്റാത്തൊരു മോഡലാണ്. ഫ്രണ്ട് ഡിസ്ക് ലൈറ്റ് വരുന്നത് 310 mm ആണ് ഫ്രണ്ട് ഡിസ്ക് ലൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ റിയർ പിസ്റ്റൺ ടൈപ്പ് കാലിപ്പറാണ് ബൈബ്രയുടെ വരുന്നത്. റിയർ കാലിപ്പർ വരുന്നത് 270 mm ആണ് റിയർ കാലിപ്പർ വരുന്നത്. അത് വരുന്നത് സിംഗിൾ ടൈപ്പ് പിസ്റ്റണാണ്, കാലിപ്പർ പിസ്റ്റണാണ് വരുന്നത്. ഹെഡ്ലൈറ്റ് വരുന്നത് ഹിമാലയൻ്റെ അതേപോലുള്ള ഹെഡ്ലൈറ്റാണ്. LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഇൻഡിക്കേറ്ററിനകത്തും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഹിമാലയൻ ഇറക്കി അതേ മോഡൽ തന്നെ ഇൻഡിക്കേറ്ററാണ് വരുന്നത്. പിന്നെ അത് മൗണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. റിയർ ഇൻഡിക്കേറ്ററും പിന്നെ അതുപോലെ തന്നെ ടെയിൽ ലാമ്പും ഒരേപോലെ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ് ആയാലും ഗിയർ ലിവറൊക്കെ ആയാലും അത്യാവശ്യം ക്വാളിറ്റി തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ എൻഡിലെസ് ചെയിനാണ് വരുന്നത്. ചെയിൻ ലോക്ക് വരാത്ത ടൈപ്പ് ചെയിനാണ് വണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ക്ലച്ച് ലിവറും ബ്രേക്ക് ലിവറും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്ലച്ച് ലിവറും ബ്രേക്ക് ലിവറുമാണ് വണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് തന്നെ നല്ല ഭംഗിയിലാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത്. ഹിമാലയൻ്റെ സെയിം സൈലൻസറും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. സൈലൻസറിനകത്തായാലും ബെൻഡിയപ്പിനകത്തായാലും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ വണ്ടിയുടെ ഓൾവേസ് ലുക്ക് അടിപൊളിയാണ്. അപ്പോൾ വണ്ടിയുടെ വിലയും അതുപോലുള്ള കളർ വേരിയൻറ്റുകളെല്ലാം നമ്മുടെ
ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ.